This program showcases physically demanding and potentially dangerous stunts performed by experienced Rancor fighters. Do not attempt to imitate these actions. Enjoy the show, but leave the wrestling to the professionals. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ മറ്റൊരു മാച്ചിലേക്കാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ വർഗീസ് പടാശ്ശേരി. ഇന്ന് നടക്കാൻ പോകുന്നത് കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മാച്ചപ്പാണ്. അതായത് രണ്ട് റെസ്ലേഴ്സും എഡ്വിനും അതുപോലെ തന്നെ റെക്സും ഒരു ക്വാർട്ടർ ബോട്ട് ടൈപ്പിൽ കൂടി മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിസ്റ്റായിട്ടുള്ള രണ്ട് റെസ്ലേഴ്സാണ് ഇന്ന് മാച്ച് കളിക്കുന്നത്. 5 റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ 5 റെസ്ലേഴ്സ് ഈ വർഷം ടൂർണമെൻറ്റിലുണ്ടായിരുന്നു. ടോണി ഗാഡ്രിൽ, ബാദുഷാ, അതുപോലെ തന്നെ ഫാൽക്കൺ. അവരെല്ലാവരും പരാജയപ്പെടുത്തി ഫൈനലിലെത്തിയിരിക്കുന്നത് എഡ്വിനും റെക്സുമാണ്. ഇതാ എഡ്വിൻ്റെ ആ ബ്രൂട്ടൽ ചോപ്സ് ഈ മാച്ചിൽ ഡെലിവർ ചെയ്യുന്നു. ഒരു ഫാർമാൻ ക്യാരിലേക്ക് എടുത്തെങ്കിലും അത് രക്ഷപ്പെട്ടത് ഒരു സ്വിങ്ങിങ് നെക്ക് ബ്രേക്കർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് റെക്സ്. ഇത് ഒരു പിന്നിങ് അറ്റംപ്റ്റ് 1 ജസ്റ്റ് 2 കൗണ്ടി കൂടെ ഇത് തന്നെയാണ്. ഇത്ര നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് റെസ്ലേഴ്സ് ഈ മാച്ചിൽ. ആ ഫേസ് ഫസ്റ്റ് ജസ്റ്റ് 1 കൗണ്ട്, അത് കുറച്ച് കോക്കി ആയിട്ടുള്ളൊരു കൗണ്ടായിരുന്നു അത്. രണ്ട് റെസ്ലേഴ്സ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള റെസ്ലേഴ്സ്. നമ്മളൊരു എക്സൈറ്റിംഗ് ഒരു മാച്ചപ്പ് ആയിരിക്കും ഇത് കാണാൻ നമ്മൾ സാധിക്കുക. നോ സ്റ്റോംപ് 1 2 3. ഇത് ഒരു ക്വിക്ക് മാച്ചായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് 1.5 മിനിറ്റിനുള്ളിൽ ഈ മാച്ച് എൻഡ് ചെയ്തിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ മാച്ച് ഇതാ റെക്സ് ജയിച്ചിരിക്കുന്നു. 2024 കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ റെക്സ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആദി ഇതാ റിങ്ങിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത എതിരാളി കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ വേഴ്സസ് കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ഫേസ് ഓഫ്. ഈ മാച്ച് നമ്മൾ ഫ്യൂച്ചറിൽ കാണുന്നത്. പക്ഷേ എനിക്കിപ്പോഴും ഡൈജസ്റ്റ് ആവണില്ല ഈ മാച്ച്. ഇത്ര ആ ഒരു DTTയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോംപ് എടുത്ത് റെക്സ് ഈ മാച്ച് ജയിച്ചിരിക്കുകയാണ്. എഡ്വിൻ കുറേ മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെച്ചെങ്കിലും അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് റെക്സ് ഇതാ കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിജയിച്ചിരിക്കുന്നു. രണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെസ്ലേഴ്സാണ് ഈ മാച്ച് എക്സിക്യൂട്ട് ചെയ്തത്. എന്നിരുന്നാൽ പോലും കാണികളെല്ലാവരും നിശബ്ദരാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മാച്ച് എൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ആ സ്വിങ്ങിങ് നെക്ക് ബ്രേക്കർ അതായിരുന്നു ആ റെക്സിൻ്റെ മുന്നേറ്റം. അതിൽ നിന്ന് ഒരു പിന്നിങ് അറ്റംപ്റ്റ് നടത്തിയെങ്കിലും അത് എഡ്വിൻ പെട്ടെന്ന് തന്നെ കിക്ക് ഔട്ട് ചെയ്തു. പിന്നെ നേരെ DDT സൈഡ് ഹെഡ് ലോക്ക് എന്നൊരു ഫേസ് ഫസ്റ്റ് അത് ചെയ്ത് ഒരു കോക്കി കൗണ്ടായിരുന്നു. ഒരു എഡ്വിനെ കളിയാക്കിക്കൊണ്ട് അതിൽ നിന്ന് നേരെ തന്നെ 3 പവർഫുൾ മൂവ് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ക്വിക്ക് ഫിനിഷായിരുന്നു ഈ മാച്ച്. ഞാൻ സ്പീച്ച്ലെസ് ആണ്. കാരണം എഡ്വിൻ്റെ കരിയർ ഇത്രയും കണ്ട ഒരാളെന്ന നിലയിൽ ഈ മാച്ച് ഞാനൊരു ക്ലാസിക് മാച്ചായിരിക്കും ഉള്ള രീതിയിലായിരുന്നു. പക്ഷേ എല്ലാവരെയും നിഷ്ഫലമാക്കിക്കൊണ്ട് റെക്സ് ഇതാ പെട്ടെന്നൊരു ക്വിക്ക് വിക്ടറി. ആദ്യം ഒരു മുന്നേറ്റം നടത്തിയെങ്കിൽ ഇതാ റെക്സ് ജയിച്ചിരിക്കുന്നു. 2024 കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ റെക്സ് ആയിരിക്കുകയാണ്. ഇതാ ആദി റെക്സിനെ ഫേസ് ഓഫിന് വേണ്ടി ഈ മാച്ച് കണ്ടുകൊണ്ടിരിക്കാൻ ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത ഒപ്പോണൻ്റ് ആരാണെന്ന് കാണാനായിട്ട്. ഒരു നെക്സ്റ്റ് ഇവൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ആദി വേഴ്സസ് റെക്സ് ആയിരിക്കും കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്. 2024 കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ വേഴ്സസ് കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആദി. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ 2024 കിങ് ഓഫ് മലബാർ വിന്നർ വേഴ്സസ് 2023 കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ്. ഫസ്റ്റ് എവർ കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് ജയിച്ചത് ആദിയായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം കേരള ഹെവിവെയ്റ്റ് ചാമ്പ്യനായത്. ഇതാ ഇപ്പോൾ അതേ ലെവലിൽ റെക്സ് ഇതാ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യാൻ പോകുന്നു.
So thank you everyone for watching and happy wrestling.